ഹായ് ഗൈസ്, അഭിനവ് സുന്ദർ ഡയറക്ഷനിൽ നസ്രീൻ നായകനായിട്ട് അഭിനയിച്ച മോളി ടൈംസ് കണ്ടു. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓക്കെ മൂവിയാണ്. അത്ര സൂപ്പർ ഹിറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ഈ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിൽ കാണുന്ന പോലത്തെ തന്നെ ഒരു നെഗറ്റീവ് വെർഷനായിട്ടുള്ള ഒരാൾ അഭിനയിച്ചിട്ടുണ്ട്. ആ നെഗറ്റീവ് വെർഷനുള്ള റോളിൻ്റെ ഒരു പോസിറ്റീവ് വെർഷനിൽ പോയാൽ എങ്ങനെ നമുക്ക് ഒരു സ്ഥലത്ത് എത്തിപ്പെടാം എന്നുള്ളൊരു ചിന്തയോട് ചിന്തിക്കുന്ന ഒരാളാണ് നമ്മുടെ നസ്ലീനായിട്ട് വരുന്നത്. എന്നിട്ട് അതിലുണ്ടാവണ ആളുടെ ചിന്താഗതികൾ മാറി വരുന്ന രീതിയാണ് സിനിമയുടെ മൊത്തം ത്രൂ ഔട്ട് കഥ വരുന്നത്. നസ്ലീൻ, ബേസൽ, ഷർഫുദ്ദീൻ, അങ്ങനെ കുറേ പേരുണ്ട് പടത്തിൽ. നമുക്ക് പറയുകയാണെങ്കിൽ വലിയൊരു നിര തന്നെ സിനിമയിലുണ്ട്. നമുക്ക് ഈ മുകുന്ദനുണ്ണി പടം ഇഷ്ടപ്പെട്ടവർക്ക് എന്തായാലും പടം ഇഷ്ടപ്പെടും. പ്ലസ് നസ്ലിനെ ഇഷ്ടപ്പെടുന്നവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് തോന്നുന്നു നസ്ലിൻ്റെ ഇത്രയും കാലം അഭിനയിച്ചതിലൊരു അഭിനയ മികവ് എടുത്ത് കാണിക്കുന്ന ഒരു പടം എന്ന് വെച്ചാൽ അത് തന്നെയാണ്. ഒരു സ്പോയിലായിട്ട് ഞാൻ പറയില്ല, പക്ഷെ നമുക്ക് പടത്തിൽ എന്തിട്ടാന്ന് വെച്ചാൽ നമുക്ക് ക്യാരക്ടേഴ്സ് കുറേ പേര് മരിക്കും. ട്വിസ്റ്റായിട്ടല്ല വരണേ, അത് നമുക്ക് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. പടത്തിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. മരണങ്ങളുടെ കളിയാണ്, അവരും മരിക്കും ഇവരും മരിക്കും. നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് ആൾക്കാരൊക്കെ മരിക്കും. എനിക്ക് തോന്നുന്നു 5-6 ക്യാരക്ടർ പടത്തിൽ മരിക്കുന്നുണ്ട്. ഇത് ട്വിസ്റ്റ് അല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞിടാം. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിൻ്റെ ഒരു എതിരായിട്ട് നിൽക്കുന്ന ഒരു റോളാണ് ഇതിൽ ആൾ അഭിനയിച്ചേക്കണേ. നമ്മൾ പറയില്ലേ, മുകുന്ദനുണ്ണിയിൽ ഇത്തിരി നെഗറ്റീവ് റോളായിട്ടുള്ള ഒരു ക്യാരക്ടർ എങ്ങനെയാണോ ഒന്ന് വിജയിച്ച് വരണേ അതാണ് ചെയ്തേക്കണേ. ഈ പടം ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും അങ്ങനെ ദഹിക്കണം എന്നില്ല പടം. ചില ആൾക്കാർക്ക് ദഹിക്കാണ്ട് വരും. ഈ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ആണ് ആളുടെ ഫസ്റ്റ് പടം വരുന്നത്. അപ്പം അതിൻ്റെ ഒരു ശൈലിയിൽ തന്നെയാണ് ഈ പടം പിടിച്ചേക്കണം. ആ പടത്തിൽ കാണുന്ന പോലെ തന്നെ നമുക്കറിയാമല്ലോ, ഒരു മൈൻഡ് വോയിസിൽ സംസാരിക്കണ പോലെ തന്നെയാണ് ഈ പടത്തിൽ അവർ പോയേക്കണത്. സെയിം പറഞ്ഞില്ലേ, മുകുന്ദനുണ്ണി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഈ പടം ഇഷ്ടപ്പെടും. അത് മാത്രമല്ല നമ്മുടെ നസ്ലിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ പടം ഇഷ്ടപ്പെടും. പടം ഒരു ഡയറക്ടർ ഫ്ലിക്കാണ് പടം വരുന്നത്. നമുക്കത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് പടം ഒരു ഓക്കെ മൂവി ആയിട്ട് തോന്നി. ഈ ക്രിയേറ്റേഴ്സ്, ഡയറക്ടേഴ്സ്, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പടം എന്തായാലും അത് കണക്റ്റ് ആവും. ചില ആൾക്കാർ കണക്റ്റ് ആവില്ല. ഇപ്പോഴും പടത്തിന് നെഗറ്റീവും പറയുന്നുണ്ട്, പോസിറ്റീവും പറയുന്നുണ്ട്. രണ്ട് ഇതായിട്ടാണ് ഇതിന് പറയണത്. ഫസ്റ്റ് ഹാഫിലൊരു നല്ലൊരു കോമഡി രീതിയിൽ പോയിട്ട് സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴേക്ക് അവസാനം ഇപ്പോൾ ചെറിയൊരു ലാഗ് എനിക്ക് തോന്നി. ലാഗ് എന്ന് പറഞ്ഞില്ലേ, ഒരു ആളുടെ ഒരു ഐഡിയോളജി നമുക്ക് കണ്ട് അവസാനം എത്തുമ്പോഴേക്കും നമുക്കൊരു ഇത് നമ്മൾ വീണ്ടും നേരത്തെ കണ്ട തന്നെയല്ലേ എന്ന് തോന്നിപ്പോയി എനിക്ക് ചെറുതായിട്ട് പറഞ്ഞു. പടം മൊത്തത്തിൽ ഒരു ഓക്കെ മൂവിയാണ്. ചില ആൾക്കാർ ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അത് ഡിപ്പെൻസ് ഓൺ നമ്മുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. എനിക്കൊരു ഓക്കെ മൂവിയാണ്. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. 1 ടൈം വാച്ചബിളാണ്. ഓക്കെ.